നിർമ്മാതാവ് സുരേഷ് കുമാറിനെതിരെയുള്ള വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി തിയോഫിൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. തിയോഫിൻ, നടപടിയുമായി ചേംബർ മുമ്പോട്ട് പോകുമെന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടന അതേ സംബന്ധിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണോ പോസ്റ്റ് പിൻവലിക്കുന്നത്? വലിയ തർക്കങ്ങളിലേക്ക് പോയി എമ്പുരാൻ സിനിമയ്ക്കെതിരെ സിനിമാ സംഘടനകൾ നീങ്ങുന്നു എന്ന വിവാദ ഇടപെടൽ കൂടിയോ അത്തരത്തിൽ വാർത്തകളും വന്നു. ഇതിന് പിന്നാലെ സംഘടനാ ഭാരവാഹികളും ആന്റണി പെരുമ്പാവൂരുമായി ചർച്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത്. ഒരു 2 മിനിറ്റ് മുമ്പാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നത്. ആന്റണി കാരണം സംഘടനാ ഭാരവാഹികളോട് പറഞ്ഞിരുന്നു, ഇത്തരം തർക്കം തന്നെ എമ്പുരാൻ സിനിമയെക്കുറിച്ച് സുരേഷ് കുമാർ നടത്തിയ പരാമർശം തന്നെ വേദനിപ്പിച്ചു. അതാണ് ഫേസ്ബുക്ക് പോസ്റ്റിന് കാരണം. സിനിമയ്ക്കെതിരെ നീക്കമൊന്നും ഇല്ലെങ്കിൽ, അത്തരം പ്രശ്നങ്ങളില്ല എങ്കിൽ താൻ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറാണെന്ന് ആന്റണി പെരുമ്പാവൂർ അറിയിക്കുകയും അതിന് പിന്നാലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമാവുകയാണ്, സിനിമാ മേഖലയിൽ ഉയർന്നു വന്ന ഈ തർക്കങ്ങൾ ഇതോടെ അവസാനിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വിഷയങ്ങളും അവസാനിപ്പിക്കാൻ ഫിലിം ചേംബറും ഫിയോക്കും ഇടപെടുകയും ചെയ്തിരുന്നു. 2 സംഘടനകളുടെയും ഭാരവാഹികൾ ആന്റണി പെരുമ്പാവൂരുമായി സംസാരിക്കുകയും ചെയ്തു. നേരത്തെ ഈ മാർച്ച് അവസാന വാരം ഒരു സിനിമ സൂചനാ സമരം നടത്തുന്നു എന്നതിന് പിന്നാലെ തന്നെ അനൌദ്യോഗികമായി ചിലർ അറിയിക്കുകയും ചെയ്തു. 27-ാം തീയതിയാകും, മാർച്ച് 27-നാകും സൂചനാ സമരം എന്ന് അറിയിക്കുകയും ചെയ്തു. ഇത് എമ്പുരാൻ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസമായതിന്റെ പിന്നാലെയാണ് എമ്പുരാൻ സിനിമയ്ക്കെതിരെയുള്ള ഒരു നീക്കമാണോ എന്ന് സംശയിക്കുകയും അത്തരത്തിൽ വാർത്ത വരികയും ചെയ്തത്. എല്ലാവരും അത് തന്നെയാണ് സംശയിച്ചത്. കാരണം ആ ദിവസം ചേംബർ അതായത് എമ്പുരാൻ റിലീസ് ചെയ്യുന്ന ദിവസം ചേംബറിന്റെ നേതൃത്വത്തിൽ ഒരു സമരം ആഹ്വാനം ചെയ്യുമ്പോൾ ഒപ്പം ഒറ്റ സിനിമാ സംഘടനകളും തിയേറ്റർ സംഘടനകളും ഒപ്പമുണ്ട് എന്ന് ഫിലിം ചേംബർ പറയുകയും ചെയ്തു. ഒരു കാര്യം വ്യക്തമാണ്, അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം തിയേറ്ററുകൾ അടച്ചിട്ടാൽ എമ്പുരാന്റെ റിലീസിംഗിന് അത് വലിയ വിഷയമാകും എന്ന് വന്നതോടുകൂടിയാണ് എമ്പുരാനെതിരെയുള്ള ഒരു നീക്കമാണെന്ന് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് സിനിമാ സംഘടനകളുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യവുമായി ഇടപെട്ടത്. അങ്ങനെ ഒടുവിൽ മഞ്ഞുരുകുന്നു. ഇപ്പോൾ തർക്കങ്ങൾ അവസാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ആന്റണി പെരുമ്പാവൂർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. ആരെയും വേദനിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, പക്ഷേ തന്റെ സിനിമയെ കുറിച്ചുണ്ടായ പരാമർശം തന്നെ വേദനിപ്പിച്ചു. അതാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ കാരണമെന്നും ആ കാര്യം സംഘടനാ ഭാരവാഹികളോട് ഉൾപ്പെടെ വ്യക്തമാക്കിക്കൊണ്ടാണ് ആന്റണി പെരുമ്പാവൂരിന്റെ പിന്മാറ്റം. എന്തായാലും ഇനിയൊരു തർക്കമോ വലിയ വിഷയങ്ങളിലേക്കോ ഈ വിഷയം പോകില്ല എന്നൊരു സൂചന നമുക്ക് ലഭ്യമാകുന്നു. ആശയപരമായ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ രീതിയിൽ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ എന്തായാലും അവസാനിക്കും. പക്ഷേ സിനിമ മേഖലയിൽ പ്രഖ്യാപിച്ച സമരം അതുണ്ടാകും എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സമരം പിൻവലിക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്തായാലും എമ്പുരാൻ സിനിമയ്ക്ക് യാതൊരു തടസ്സമോ മറ്റു വിഷയങ്ങളോ ഉണ്ടാകില്ല എന്ന സൂചന സംഘടനകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഇതോടുകൂടി സിനിമയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട അതിന്റെ റിലീസിംഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. അജിൻ ഷാദ. ശരി തിയോഫിൻ, എന്തായാലും എമ്പുരാൻ സിനിമയുടെ റിലീസിംഗ് എന്ന മർമ്മത്തിൽ തൊട്ടുള്ള തിരിച്ചടി ഏറ്റിരിക്കുന്നു. ഒടുവിൽ ഇതാ നിർമ്മാതാവ് സുരേഷ് കുമാറിനെതിരെയുള്ള വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു ആന്റണി പെരുമ്പാവൂർ. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളും ഏറ്റവും പുതിയ വിവരങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ നൽകിയത്.